പ്രസാദേട്ടനും ഞാനും കൂടെ പ്രസാദേട്ടൻ്റെ പ്രസാദിൻ്റെ ഷോ അല്ല, വേറൊരു ഷോ നടക്കുകയാണ്. അത് ജനസേവാ ശിശുഭവൻ എന്ന് പറയുന്ന ഇവർ നടത്തുന്നൊരു ഷോ ആയിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് ഈ സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പാമ്പ് ഡാൻസ് ഭയങ്കര പോപ്പുലറായി. ഇപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പ് പിടിക്കുന്ന അറിയത്തില്ല. കാരണം ഒരാൾ തമിഴ്നാട്ടിലെങ്ങാണ്ടുള്ള ആൾ, അയാൾ വരും, എന്നിട്ട് പെട്ടെന്ന് തന്നെ 2 മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലിടും, ടീഷർട്ടിനകത്തേക്ക് കുറേ പാമ്പിനെ ഇടും, എന്നിട്ട് സ്റ്റേജിൽ വന്ന് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഈ പാമ്പിനെ അഴിച്ചു വിടും, ടീഷർട്ടിനകത്ത് നിന്ന് 2 പാമ്പിനെ എടുത്ത് പുറത്ത് വയ്ക്കും, 10 പിടർത്തെ പാമ്പിന് സ്റ്റേജിൽ വെച്ച് നെറുകം തല്ലിൽ ഉമ്മ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പം പെട്ടെന്ന് സ്നേക്ക് ഡാൻസ് തുടങ്ങി. ഞങ്ങളെല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇച്ചിരി കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പ്രസാദേട്ടൻ മാത്രം ആ വരാന്തയിൽ അയ്യോ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തേ ദൈവമേ, അമ്മേ ചോറ്റാനിക്കര അമ്മേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഞാൻ പ്രസാദിന് പറഞ്ഞു, പ്രസാദേട്ടന് പാമ്പുകളെ കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലർക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ. കാണുന്നതിനൊന്നും കുഴപ്പമില്ല, എന്നാലും എൻ്റെ മുജ്ജന്മ സുഹൃതം കുടുംബം പരദേവതകളെ എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പാടില്ല. ശരിക്കും പ്രൈവറ്റ് കൺവെൻസിൽ, പബ്ലിക് കൺവെൻസിൽ പാമ്പിനെ കൊണ്ടുവരാൻ പാടില്ല. ഇയാൾ അങ്ങനെ കാറ് വിളിച്ചൊന്നും വരുന്ന ഒരാളൊന്നുമല്ല. ഇയാൾ സാധാരണ ഒരു നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുന്ന പോലത്തെ ബാഗിനകത്താണ് ഒരു 20 മൂർഖനും 2 മലമ്പാമ്പുമായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് കയറി അയാൾ വരുന്നത്. അപ്പം ഞാൻ അപ്പോഴും ഇതൊക്കെ പിന്നെ അറിയുന്നത്, ഞാൻ പ്രസാദേട്ടൻ എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ പ്രസാദേട്ടൻ പറയണേ, അയ്യോ ഇരുട്ടത്ത് എൻ്റെ ബാഗും അവൻ്റെ ബാഗും അടുത്തടുത്തായിരുന്നേ. കഴിഞ്ഞ സ്കിറ്റിൻ്റെ സമയത്ത് പൗഡർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ സിബ് തുറന്നിട്ട് പാമ്പിൻ്റെ കൊട്ടയിൽ കൈയിട്ട് തപ്പിയായിരുന്നു എന്ന് കുറേ നേരം. ഞാൻ നോക്കുമ്പം പ്രസാദേട്ടൻ്റെ ബാഗും ഇവൻ്റെ ബാഗും ഒരേപോലത്തെ ബാഗാവും. അവൻ പാമ്പിനെ ഇട്ട ബാഗിനകത്ത് സ്റ്റേജിൽ ഷോ നടക്കുമ്പോൾ മുടി നരപ്പിക്കാൻ വേണ്ടിയിട്ട് പൗഡർ എടുക്കാൻ വേണ്ടി തുറന്നിട്ട് കൈയിട്ട് ഇളക്കി. ഏതോ മൂർഖൻ ഉറങ്ങുമായോണ്ട് കൊത്തിയില്ല. കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ കയറ്റിയിട്ടുണ്ട്, പക്ഷെ കാര്യം നടന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഇച്ചിരി ഗ്രേവി ഞാൻ അതിനകത്ത് ഇട്ടില്ലെങ്കിൽ വർക്കൗട്ടാവുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാണ്.